തിരുവനന്തപുരം കനകക്കുന്നിൽ വസന്തോത്സവത്തിന് നാളെ തുടക്കമാകും. പുഷ്പങ്ങളുടെയും ദീപാലങ്കാരങ്ങളുടെയും വർണ്ണ കാഴ്ചയൊരുക്കി പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് കനകക്കുന്ന്. ടൂറിസം വകുപ്പ് കനകക്കുന്നിൽ സംഘടിപ്പിക്കുന്ന വസന്തോത്സവം പുഷ്പമേളയുടെയും ന്യൂ ഇയർ ലൈറ്റ് ഷോയുടെയും ഉദ്ഘാടനം നാളെ വൈകുന്നേരം 6-ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് നിർവഹിക്കും. ഇലുമിനേറ്റിംഗ് ജോയ്, സ്പ്രെഡിംഗ് ഹാർമണി എന്ന ആശയത്തിലാണ് ആഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽകുമാർ മുഖ്യ അതിഥിയാകും. ജനങ്ങൾക്ക് ഒത്തുചേർന്ന് സന്തോഷം പങ്കിടാനും സഹവർത്തിത്വത്തിന്റെ സന്ദേശം കൈമാറാനും ഇത്തരം ആഘോഷങ്ങൾ അവസരമൊരുക്കുമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. പുതുവർഷത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്നവർക്ക് കനകക്കുന്നിലെ ദീപാലങ്കാരവും ഇൻസ്റ്റലേഷനുകളും ഉത്സവചാരുത പകരും. വൻകിട നഗരങ്ങളിൽ സംഘടിപ്പിക്കുന്നതിന് സമാനമായ വൈവിധ്യപൂർണവും വർണ്ണാഭവുമായ ദീപാലങ്കാരമാണ് ടൂറിസം വകുപ്പ് ഇക്കുറിയും ഒരുക്കുന്നത്. ലോകത്തിലെ ട്രെൻഡിംഗ് ആയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ തിരുവനന്തപുരം ഇതിനോടകം തന്നെ ഇടം പിടിച്ചു കഴിഞ്ഞു. ടൂറിസം സീസൺ ആയതിനാൽ നഗരത്തിൽ ആളുകൾ കൂടുതൽ ഒത്തുചേരുന്ന സുപ്രധാന സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ആഭ്യന്തര വിദേശ സഞ്ചാരികളെ ആകർഷിക്കാൻ ഇത് വഴിയൊരുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിന് പുറത്തുനിന്ന് എത്തിക്കുന്ന പുഷ്പങ്ങൾ ഉൾപ്പെടെ കുറേറ്റ് ചെയ്ത പുഷ്പമേളയാണ് ജനുവരി 3 വരെ നടക്കുന്ന വസന്തോത്സവത്തിന്റെ പ്രധാന ആകർഷണം. കനകക്കുന്ന് കൊട്ടാരവളപ്പിനെ അലങ്കരിക്കുന്ന തരത്തിലാണ് പുഷ്പമേള ഒരുക്കുന്നത്. അപൂർവമായ പുഷ്പങ്ങളടക്കം നയനമനോഹരമായ രീതിയിൽ ക്രമീകരിച്ച് വസന്തോത്സവത്തെ കൂടുതൽ ആകർഷകമാക്കും.